ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം. ഇന്ന് നാം പങ്കെടുക്കുന്നത് 23-ാമത്തെ എപ്പിസോഡിലാണ്. ഒരേ വിഷയം. എന്താണ് വിഷയം? പരിശുദ്ധാത്മാവെന്ന വിഷയം അല്ല, പരിശുദ്ധാത്മാവെന്ന വ്യക്തി. സ്തോത്രം. നാം പഠിക്കുകയല്ല, നാം അനുഭവിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവിനെ എത്രത്തോളം അനുഭവിച്ചാലും തീരുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്നുള്ളത് അതൊരിക്കലും തീരാത്ത നിറവാണ്. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു വലിയ നിറവാണത്. വലിയ നിറവ്. അത് വലിയ സ്നേഹത്തിൻ്റെ നിറവാണ്. അത് സന്തോഷത്തിൻ്റെ നിറവാണ്. അത് ഐക്യത്തിൻ്റെ നിറവാണ്. ആത്മനിറവ് എന്നുള്ളത് അത് കൃപയുടെ നിറവാണ്. ദൈവസ്നേഹത്തിൻ്റെ നിറവാണ്. നന്ദിയുടെ നിറവാണ്. കർത്താവിൻ്റെ സ്തോത്രം. എളിമയുടെ നിറവാണ്. അങ്ങനെ ഓരോ ആത്മീയ അനുഭവത്തിലൂടെ, ആ നിറവിലൂടെ നാം കടന്നു പോകുന്ന അനുഭവം. സ്തോത്രം. അത് കൃപാവരങ്ങളുടെ നിറവുമാണ്. അത് ആത്മഫലത്തിൻ്റെ നിറവാണ്. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒന്നിലല്ല, ആകത്തുക ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ നിറവ്. എന്നാൽ അത് വിശുദ്ധിയുടെയും നിറവാണ്. പരിശുദ്ധാത്മാവ്. നാം പരിശുദ്ധാത്മാവിൻ്റെ പേരുകൾ, പരിശുദ്ധാത്മാവിൻ്റെ സാദൃശ്യങ്ങൾ എല്ലാം ചിന്തിച്ചു. ഉൽപ്പത്തി പുസ്തകം മുതൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാമത്തെ അധ്യായത്തോടടുത്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നാം ചിന്തിച്ചു. വളരെ സിമ്പിളായി, ലളിതമായിട്ടാണ് നാം ചിന്തിച്ചത്. ഡീപ്പായി ചിന്തിച്ചാൽ ഒരുപാട് സമയമെടുക്കും, പെട്ടെന്ന് തീരുകയില്ല. ഇനിയും നമുക്കങ്ങ് വെളിപ്പാട് പുസ്തകം വരെ എത്തണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 48-ാമത്തെ അധ്യായത്തിലേ നാം എത്തിച്ചേർന്നിട്ടുള്ളൂ. തിടുക്കമൊന്നുമില്ല. കാരണം ദൈവം നമ്മെ വഴി നടത്തട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യട്ടെ. ഇതാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ ചേർന്ന് നിൽക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടത്തിൽ എൻ്റെ ഇഷ്ടം നടക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല, ആഗ്രഹിക്കാറുമില്ല. കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം നടക്കട്ടെ. പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. എന്തൊരു സുഖമാണെന്നോ, എന്തൊരു ആശ്വാസമാണെന്നോ. ഒരു ടെൻഷനുമില്ല. ചിലപ്പോഴും പലപ്പോഴും ഞാൻ ഞങ്ങളുടെ മീറ്റിങ്ങുകളിൽ പ്രോഗ്രാം എഴുതാറ് പോലുമില്ല. പ്രാർത്ഥനയോടെ ഇരിക്കും. എല്ലാ പ്രോഗ്രാമുകൾക്കും മുമ്പിൽ കുറേ സമയം മുമ്പ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചുറ്റുമിരുന്ന് ദൈവങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിക്കും, സ്തുതിക്കും, ആരാധിക്കും. ആ സമയങ്ങളിൽ ഒരുങ്ങി വന്നിരിക്കുന്ന ദൈവമക്കൾക്ക് അതിനുള്ള അവസരങ്ങൾ കർത്താവ് കൊടുക്കും. അങ്ങനെ അത്ഭുതകരമായി, അതിശയകരമായി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഗൈഡ് ചെയ്യുന്നു. അത് ഭയങ്കര ഭാഗ്യമാണ്. അത് നമുക്കൊരു ടെൻഷനുമില്ല. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ആമുഖം പറഞ്ഞത് ഈ സമയം കളയുന്നില്ല. നമുക്ക് വിഷയത്തിലേക്ക് വരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം 16-ാമത്തെ വാക്യം. അതിൻ്റെ ഉത്ഭവകാലം മുതൽ ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും എൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. കർത്താവായ യഹോവയും അവൻ്റെ ആത്മാവ് എന്നെ അയച്ചിരിക്കുന്നുവെന്ന്. യെശയ്യാ പ്രവാചകനെ ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കിലേക്ക് കർത്താവ് അയച്ചിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം തുടക്കം മുതൽ നാം വായിക്കുമ്പോൾ യെശയ്യാ പ്രവാചകനെ ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കിലേക്ക് അയച്ചിട്ട് അവരുടെ യഥാർത്ഥ അവസ്ഥ കാണിച്ചു കൊടുക്കുകയാണ്. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവിതരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത എൻ്റെ യജമാൻ്റെ പുൽത്തൊട്ടിയെ അറിയുന്നു. ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. അവർ യഹോവയെ ഉപേക്ഷിച്ചു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ചു, പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത്? നിങ്ങൾ അധികമധികം പിന്മാറുകയുള്ളൂ. തല മുഴുവൻ ദീനവും ഹൃദയം മുഴുവൻ രോഗവും നിറഞ്ഞിരിക്കുന്നു. അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ആദ്യത്തെ ഭാഗമാണ് ഞാൻ നിങ്ങളെ കാണാതെ പറഞ്ഞു കേൾപ്പിച്ചത്. ജനത്തിൻ്റെ അടുക്കിലേക്ക് തൻ്റെ പ്രവാചകനെ ദൈവം അയക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അയക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ അയക്കാറുണ്ട്. നാഥാൻ പ്രവാചകനെയും ഗാദ് പ്രവാചകനെയും ദാവീദിൻ്റെ അടുക്കിലേക്ക് അയച്ചു. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകനെ ഹിസ്കിയ രാജാവിൻ്റെ അടുക്കിലേക്ക് അയച്ചു. ഇങ്ങനെ എത്ര സംഭവങ്ങൾ ദൈവം അയക്കും. ആരെ? തൻ്റെ പ്രവാചകന്മാരെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില ഉദ്ദേശത്തോടെ
ചില പ്രത്യേകമായി ദൗത്യം ഭരമേൽപ്പിച്ചയക്കും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. പലപ്പോഴും നാം ഒരു ദൈവദാസൻ കടന്നു വന്ന് കുറച്ചു നേരം ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, കുറച്ചു നേരം ദൈവദൂത് പറഞ്ഞു, അദ്ദേഹം പഠിച്ചതെന്തോ പറഞ്ഞു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമായിരിക്കും. അങ്ങനെയല്ല പ്രിയരെ. കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിനെ അനുസരിക്കുകയും കർത്താവിൻ്റെ വചനം ഹൃദയത്തിൽ പേറിക്കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ദൈവമക്കൾ അവർ കർത്താവ് അയച്ചിട്ട് വരുന്നവരാണ്. കർത്താവ് അയച്ചിട്ട് വരുന്നവരായിട്ട് നാം കാണണം, സ്വീകരിക്കണം. അങ്ങനെയാകുമ്പോഴാണ് അവരിലൂടെയുള്ള അഭിഷേകം നമ്മിലേക്ക് പകരപ്പെടുന്നത്. അവരിൽ നിറഞ്ഞു നിൽക്കുന്ന വചനം നമ്മുടെ മധ്യത്തിൽ പകരപ്പെടുന്നത്. ചിലർ ആളെ കാണുമ്പോൾ തന്നെ മുൻവിധി. എൻ്റെ പ്രിയരെ, പുറമേ നോക്കുന്ന ആകാര സൗഷ്ടങ്ങൾ ഉണ്ടോ? പുറമേ നോക്കുന്ന പ്രകൃതമൊന്നും അല്ല ഒരു മനുഷ്യൽ ദൈവാത്മാവ് വ്യാപരിക്കുന്നതിനുള്ള തെളിവ്. പൗലോസ്ലീഹ കുറിയ മനുഷ്യനായിരുന്നു. പൗലോസ്ലീഹയുടെ ശബ്ദവും നല്ലതായിരുന്നില്ല, വാക്ക് കഠിനമായ വാക്കായിരുന്നു. പക്ഷേ അദ്ദേഹത്തിലൂടെ വ്യാപരിച്ച പരിശുദ്ധാത്മാവിൻ്റെ നിറവെത്ര! മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട വലിയ ആത്മീയ നിറവ് എന്തായിരുന്നു? ശരീരം നോക്കിയിട്ടല്ല, പൊക്കമുണ്ടോ വണ്ണമുണ്ടോ എന്നല്ല, കളർ നോക്കിയിട്ടല്ല, കുടുംബം നോക്കിയിട്ടല്ല, പാരമ്പര്യം നോക്കിയിട്ടല്ല. ഒരുവനിൽ ദൈവം തൻ്റെ ആത്മാവിനെ നിക്ഷേപിച്ചാൽ അത് ദൈവം അയച്ചിട്ട് വരുന്നത് പോലെ നാം സ്വീകരിക്കണം. കൃപയാൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഒരു കൊച്ചു കുട്ടി സ്റ്റേജിൽ കയറിയിരുന്ന് ഒരു ദൂത് പറഞ്ഞാൽ ഞാനത് റിസീവ് ചെയ്യും. ആരാണെന്ന് ഞാൻ നോക്കാറില്ല. അങ്ങനെ വിലയിടാൻ പാടില്ല. സ്തോത്രം. ഏലി വലിയ പുരോഹിതനാണ്. വലിയ പ്രായം ചെന്ന് സ്ഥൂലിച്ചവനായിരുന്നു, കണ്ണ് മങ്ങിയവനായിരുന്നു. പക്ഷേ ശമൂവേൽ ഒരു ബാലനായിരുന്നു, അല്ലേ? കർത്താവിന് സ്തോത്രം. ഏലി അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. പക്ഷെ ദൈവം സംസാരിച്ച ശമൂവേലിനോടാണ്. കേൾക്കണം പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ സംഭവിക്കും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ കൊച്ചുകുട്ടികളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാറുണ്ട്. കുഞ്ഞു കുട്ടികൾ പ്രാർത്ഥിക്കണം. ആരെയും നാം മാറ്റി നിർത്തരുത്. സ്ത്രീകളാണെന്ന് പറഞ്ഞ് സഹോദരിമാരെ ഒരിക്കലും മാറ്റി നിർത്തരുത്. ദൈവസേനയിൽ സ്ത്രീയെന്നോ പുരുഷനോ വ്യത്യാസമില്ല. അവർക്കും ശുശ്രൂഷകൾ ചെയ്യാം, അവർക്കും കർത്താവിനെ സാക്ഷിക്കാം, അവർക്കും വർഷിപ്പ് ചെയ്യാം, അവർക്കും വർഷിപ്പ് ലീഡ് ചെയ്യാം, ശുശ്രൂഷ ലീഡ് ചെയ്യാം. സ്തോത്രം. തിരുവചനം പറയാം, പ്രബോധനങ്ങൾ കൊടുക്കാം. എന്താ കുഴപ്പം? സ്തോത്രം. സ്ത്രീകൾ സഭയിൽ മിണ്ടരുതെന്നൊരു വചനമുണ്ടല്ലോ, അല്ലേ? എൻ്റെ പ്രിയരെ, അതിൻ്റെ ആ സാഹചര്യം നാം വായിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ സത്യം അറിയുന്നത്. നാം പ്രഥമദൃഷ്ടിയ ഒരു വചനത്തിൻ്റെ അർത്ഥം നാം വ്യാഖ്യാനിക്കുമ്പോൾ നാം ശരിയായ ആ സാഹചര്യം എന്താണെന്ന് നോക്കി അതിനെ മനസ്സിലാക്കി പഠിച്ച് ഒരേ ആശയം കൊടുത്തിരിക്കുന്ന വാക്കുകൾക്ക് പോലും മൂലഭാഷയിൽ വ്യത്യസ്തങ്ങളായ ഭാഷകൾ ഉപയോഗിച്ച് ആശയങ്ങൾ ഉപയോഗിച്ചായിരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ കൊച്ചുബുദ്ധിയിൽ നാം അതൊന്നും പറഞ്ഞ് വെറുതെ ദൈവവചനത്തെ കോട്ടിക്കളയരുത്. സ്തോത്രം. സഭയിൽ വ്യാഖ്യാനിയില്ലെങ്കിൽ അന്യഭാഷ സഭയിൽ പറയാതിരിക്കട്ടെ, അങ്ങനെ വചനമുണ്ട്. പക്ഷേ അന്യഭാഷ 2 തരമുണ്ടെന്നും സഭയിൽ പറയാവുന്ന അന്യഭാഷയുണ്ടെന്നും സഭയ്ക്ക് വ്യാഖ്യാനി ഉള്ളപ്പോൾ പറയേണ്ട അന്യഭാഷയുണ്ടെന്ന് മനസ്സിലാക്കാതെ അന്യഭാഷ ആസ് എ ഹോൾ ടോട്ടൽ തെറ്റാണെന്ന് പറയുന്നവരുണ്ട്. അവർക്കറിവില്ല. ദൈവത്തോട് സംസാരിക്കുന്ന അന്യഭാഷയുണ്ട്. ദൈവത്തിൽ നിന്ന് വൻകാര്യങ്ങൾ പ്രാപിച്ച് മനുഷ്യരോട് സംസാരിക്കുന്നതുണ്ട്. അതിനാണ് ഇൻ്റർപ്രിട്ടേഷൻ വേണ്ടത്, വ്യാഖ്യാനം വേണ്ടത്, വ്യാഖ്യാനി വേണ്ടത്. കർത്താവിന് സ്തോത്രം. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നാം ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വഴികളെ തിരിച്ചറിയണം. ദൈവം തൻ്റെ മക്കളെ അയക്കുന്നത് വലിയ ദൗത്യവുമായിട്ടാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശമൂവേൽ പ്രവാചകനെ ദൈവം അയച്ചു. നീ കൊമ്പിൽ തൈലം നിറച്ച് ബേത്ലഹേമിലേക്ക് ചെല്ലുക, ഞാൻ ഇശ്രായേലിന്റെ മക്കളിൽ ഒരുവനെ രാജാവാക്കാൻ പോകുന്നു. വലിയ ശുശ്രൂഷകൾ പരമേൽപ്പിക്കാൻ ദൈവം തൻ്റെ പ്രവാചകന്മാരെ അയക്കും. വലിയ ദൈവിക സന്ദേശങ്ങൾ അറിയിക്കാൻ ദൈവം തൻ്റെ പ്രവാചകന്മാരെ അയക്കും. വലിയ പ്രവചന ദൂതുകൾ അറിയിക്കാൻ ദൈവം തൻ്റെ പ്രവാചകന്മാരെ അയക്കും. വലിയ ആത്മീയ ദൂതുകളും പ്രവചനങ്ങളും വാഗ്ദത്തങ്ങളും തൻ്റെ മക്കൾക്ക് കൊടുക്കാൻ ദൈവം തൻ്റെ പ്രവാചകനെ അയക്കും. വലിയ വാണിംഗ് കൊടുക്കാൻ, പാപബോധം കൊടുക്കാൻ, അനുതാപം കൊടുക്കാൻ, കുറ്റബോധം കൊടുക്കാൻ ദൈവം തൻ്റെ പ്രിയപ്പെട്ട പ്രവാചകന്മാരെ അയക്കും. ഇവിടെ യെശയ്യാവ് പറയുകയാണ്, ദൈവമാണ് എന്നെ അയച്ചത്, ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നെ അയച്ചത്. സ്തോത്രം. ഈ പരിശുദ്ധാത്മാവ് മനുഷ്യഹൃദയങ്ങളിൽ കയറിയിരുന്ന് മറ്റുള്ളവരോട് സംസാരിക്കും, മറ്റുള്ളവർ പ്രവചനം പറയും. വാസ്തവമായി എന്തായി പ്രവചനം? എന്തായി ദൈവ ശുശ്രൂഷ?
എന്താ ആത്മീയ ശുശ്രൂഷ? ഒരുവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കയറിയിരുന്നിട്ട് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ശുശ്രൂഷയാണ് യഥാർത്ഥ ശുശ്രൂഷ. മനുഷ്യൻ ചെയ്യുന്ന ശുശ്രൂഷ അല്ല പ്രിയ ആത്മീയ ശുശ്രൂഷ. ദൈവത്തിൻ്റെ ആത്മാവിന് ഒരു മനുഷ്യന് ഇടം കൊടുക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കയറിയിരുന്നിട്ട് പരിശുദ്ധാത്മാവ് വ്യക്തിയിലൂടെ ചെയ്യുന്ന ശുശ്രൂഷയാണ് യഥാർത്ഥ ആത്മീയ ശുശ്രൂഷ. പരിശുദ്ധാത്മാവ് അയക്കുന്നു. സ്തോത്രം. ദ ലോർഡ് ഗോഡ് ആൻഡ് ഹിസ് സ്പിരിറ്റ് ഹാവ് സെൻഡ് മീ. ദൈവമാണ് എന്നെ അയച്ചത്, ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നെ അയച്ചത്. ഈ തലമുറയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നീ ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരോട് ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അയക്കുന്ന ഒരു മനുഷ്യനായി നിൽപ്പാൻ മകനെ നിനക്ക് താല്പര്യമുണ്ടോ? ദൈവം അയച്ചിട്ടാണ് ഞാൻ വന്നത്. യോഹന്നാൻ സ്നാപനെ കുറിച്ച് സാക്ഷ്യം പറയുന്നത്, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേര്. ദൈവം അയച്ചിട്ട് വരണം. അത് ശ്രേഷ്ഠതയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അയച്ചിട്ട് നാം പോകണം. ചുമ്മാ ബുദ്ധിയിൽ തോന്നിപ്പോകരുത്, ചാടി ഓടിപ്പോകരുത്, സഭ തുടങ്ങാൻ ഓടിപ്പോകരുത്. ഉള്ള പാസ്റ്ററോട് ഒരു ചെറിയ നീരസം തോന്നി, എന്നാൽ ഞാനും ഒരു സഭ തുടങ്ങാം, ഞാനും ഒന്ന് തുടങ്ങിയാൽ നടക്കുകയില്ലേ? അതല്ല മോനെ, ദൈവം അയച്ചിട്ട് വേണം നീ പോകാൻ. ദൈവം അയച്ചിട്ട് വേണം ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ. ദൈവം അയച്ചിട്ട് വേണം ഒരു തീരുമാനമെടുക്കാൻ. ഇല്ലെങ്കിൽ പാളിച്ചകൾ വരും. അബ്രഹാം ക്ഷാമം വന്നപ്പോൾ, ക്ഷാമമാണ്, ദേശത്ത് ക്ഷാമമാണ്, ജീവിക്കണം. മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് കേട്ടു, അങ്ങോട്ട് പോയി വലിയ അപകടത്തിൽ പോയി. അങ്ങ് നവോമി പണ്ട് ബേത്ലഹേമിൽ താമസിക്കുമ്പോൾ, അപ്പത്തിൻ്റെ ഭവനത്തിൽ താമസിക്കുമ്പോൾ അവിടെ ക്ഷാമം വന്നു. ക്ഷാമം വന്നപ്പോൾ എങ്ങോട്ട് പോയി? മോവാബിലേക്ക് പോയി. വലിയ നഷ്ടം വന്നു. 3 മരണം നടന്നു. സ്വന്തം ഭർത്താവായ ഏലിമേലേക്ക് മരിച്ചു. 2 ആൺമക്കൾ മഹളോനും കില്യോനും മരിച്ചു. ഭർത്താവും മരിച്ചു, ആൺമക്കളും മരിച്ചു. പിന്നീടാണ് തിരിച്ച് ബേത്ലഹേമിലേക്ക് വന്നതും അനുഗ്രഹിക്കപ്പെട്ടത്. സ്വന്തം വഴിയിൽ പോകരുത്, ഒരിക്കലും പോകരുത്. സാഹചര്യം വിപരീതമാണെങ്കിലും, നിക്കക്കള്ളിയില്ലെങ്കിലും, ഒന്ന് പിടിച്ചു നിൽക്കാൻ പോലുള്ള അവസരമില്ലെങ്കിലും ചാടിപ്പോകരുത്, ഓടിപ്പോകരുത്, സ്വന്തം വഴിയിലൂടെ പോകരുത്. പരിശുദ്ധാത്മാവിനെ ആലോചന ചോദിക്കണം, കർത്താവേ ഞാൻ പോകണമോ? ദാവീദ് പണ്ട് സിക്ലാഗിൽ വെച്ച് തൻ്റെ ഭാര്യയെയും മക്കളെയും മൃഗങ്ങളെയും സമ്പത്തെല്ലാം അമാലേക്കരെ അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ ദാവീദ് എന്നാൽ 2 കൈ നോക്കിയോളാന്ന് ചോദിച്ച് ഇറങ്ങി ചാടി പുറപ്പെടുകയല്ലേ ചെയ്തത്. ഏഫോദ് കൊണ്ടുവരാൻ പറഞ്ഞു. ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചു, ഞാൻ ആ പരീക്ഷയെ പിന്തുടരണമോ? നീ പിന്തുടരുക, നീ അവയെ ജയിക്കുമെന്ന് അരുളപ്പാടുണ്ടായി. പിന്നെ പുറപ്പെട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൽ ചില പ്രമാണങ്ങളുണ്ട്. ക്രിസ്തുവിനോട് ചോദിച്ചിട്ട് വേണം ഓരോന്ന് ചെയ്യാൻ. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, ഞാൻ പറയുന്ന ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല. ഒരു ബിസിനസ് തുടങ്ങണം, ഒരു ജോലിക്ക് പോകണം, ഒരു ദേശത്തേക്ക് മാറണം, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫറായിട്ട് ഒരു ദേശത്ത് പോകണം. അപ്പോൾ എവിടെ താമസിക്കണം? എല്ലാം കർത്താവിനോട് ചോദിച്ച് ചെയ്യുക. എല്ലാം യേശുവിനോട് ചോദിച്ചിട്ട്, യേശു നോ പറഞ്ഞാൽ വേണ്ട എന്ന് വെച്ചോളണം. യേശു പച്ചക്കൊടി കാണിച്ചാലേ മോനെ ഇത് പുറപ്പെടാവൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യും, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും, പരിശുദ്ധാത്മാവ് ഭരിക്കും, പരിശുദ്ധാത്മാവ് സത്യപാതയിലൂടെ നമ്മൾ നയിക്കും, ക്രിസ്തു പ്രസാദിക്കുന്ന വഴിയിലൂടെ നയിക്കും. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കണം. ഞാനിന്ന് ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തു, കർത്താവ് ആഗ്രഹിക്കുന്നുവോ? കർത്താവ് പ്രസാദിക്കുന്നുവോ? ഞാനവിടെ പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നുവോ? ഞങ്ങൾ അവിടെ പോയി ഒരു ശീല പാടിയപ്പോൾ ഉടനെ കർത്താവിൻ്റെ നാവിൽ ചില കാര്യങ്ങൾ അവരോട് പറയാൻ പറഞ്ഞു. ഒരു ബിസിനസ് സ്ഥാപനമാണ്. ഞാനൊരു 10-15 മിനിറ്റ് എടുത്ത് ഒരു പ്രസംഗം പോലെ ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞു. ബിസിനസ് സത്യസന്ധമായി ചെയ്യണം. മനുഷ്യന് ദോഷം ചെയ്യുന്ന ഒരു ബിസിനസ് ചെയ്യരുത്. മനുഷ്യനെ വഞ്ചിക്കുന്നൊരു ഒരു ബിസിനസ് ചെയ്യരുത്. ഗവൺമെൻറ് കൊടുക്കാനുള്ളത് ഗവൺമെൻറ് കൊടുത്തുകൊള്ളണം, ജോലിക്കാർക്ക് കൊടുക്കാനുള്ളത് ജോലിക്കാർക്ക് കൊടുത്തുകൊള്ളണം. അങ്ങനെ വിശ്വസ്തയോടെ ചെയ്യണം. എൻ്റെ ബിസിനസ്സല്ലേ, എനിക്കിഷ്ടം പോലെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ മോനെ ദൈവം തന്നെ പിടിക്കും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അവിടെ കൂടിയിരുന്നവരോടും പറഞ്ഞു. അങ്ങനെ അവരെ ആ അടിസ്ഥാനത്തിലേക്ക്, ഉറപ്പിലേക്കും കൊണ്ടുവന്നിട്ട് ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. വെറുതെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോരാ. അവൻ പാപത്തിൽ പോയാൽ, ആ ആൾ തിന്മയിലേക്ക് പോയാൽ നമുക്കതിൻ്റെ ഓഹരി കിട്ടും. അന്യൻ്റെ പാപത്തിന് കൂട്ടാളികളാകരുതെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. അതൊക്കെ പരിശുദ്ധാത്മാവ് തരുന്ന ഒരു കൃപ. ഞാൻ ഓർത്തു, കർത്താവേ, നിസ്സാരനായ ഞാൻ ഒരുപക്ഷെ എൻ്റെ ബലഹീനതകളും എൻ്റെ കൊണ്ട് ഒരുപക്ഷെ വിളിച്ചു പോയി പ്രാർത്ഥിച്ച് അമ്മയും പറഞ്ഞു പോരുമായിരിക്കും. പക്ഷെ കൃപയാൽ ഞാൻ ഒരു ശീലം പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോഴാണ് ദൈവാത്മാവ് ചില പ്രബോധനം കൊടുക്കാൻ പറഞ്ഞത്.
ഞാൻ പറഞ്ഞത് ഇന്ന് ഈ ദിവസം നടന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മളെ സത്യത്തിൽ നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് അയച്ചിട്ട് വേണം നാം പോകാൻ, അല്ലെങ്കിൽ വലിയ കെണികൾ വരും. അങ്ങനെ കെണികൾ സംഭവിച്ച ഒരുപാട് പേര് വേദപുസ്തകത്തിലുണ്ട്. അത് നമുക്ക് വരരുത്. വേദപുസ്തകത്തിൽ ആരെങ്കിലും വീണു എന്നുള്ളതുകൊണ്ട് മോനെ നീ വീഴേണ്ട ആവശ്യമൊന്നുമില്ല. ആരെങ്കിലും നശിച്ചുള്ളതുകൊണ്ട് നീ നശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആരെങ്കിലും പിന്മാറിപ്പോയി എന്നുള്ളതുകൊണ്ട് നീ പിന്മാറിപ്പോകേണ്ട ആവശ്യമില്ല. മകനെ, പ്രിയമോളെ, നിൻ്റെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവ് അയക്കാൻ നിന്നെ തന്നെ വിട്ടുകൊടുക്കണം. നീ അതിനെ തന്നെ താഴ്ത്തണം. നിൻ്റെ ഇഷ്ടങ്ങളൊക്കെ താഴെ വയ്ക്കണം. മുഴുവൻ താഴെ വെച്ചാലേ പരിശുദ്ധാത്മാവ് തൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ അങ്ങ് എടുക്കുകയുള്ളൂ. കർത്താവിന് സ്തോത്രം. ഇവിടെ യെശയ്യാപ്രവാചകൻ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത് എൻ്റെ ദൈവം എന്നെ അയച്ചിട്ടാണ്, പരിശുദ്ധാത്മാവിനെ അയച്ചിട്ടാണ്. പരിശുദ്ധാത്മാവ് അയച്ചാൽ ഒരു സന്ദേശമുണ്ടായിരിക്കും. ദൈവം അയച്ചാൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരിക്കും. കർത്താവ് അയച്ചിട്ട് ഒരു മകൻ, ഒരു ദൈവദാസൻ നിൻ്റെ അടുക്കിലേക്ക് വന്നുവെങ്കിൽ മോനെ, ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടാകും, സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാകും. ദൈവം അയച്ചിട്ട് നീ ഒരിടത്തേക്ക് പോയാൽ അവിടെ നിനക്കുള്ളൊരു സന്ദേശം അവിടെ ഉണ്ടാകും, നിനക്കുള്ളൊരു ദൂതുണ്ടാകും, നിനക്കുള്ളൊരു പ്രവചനം ഉണ്ടാകും, നിനക്കുള്ളൊരു ദൈവാലോചന ഉണ്ടാകും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അയച്ചിട്ട് പോകുന്നവരായി നമുക്ക് തീരാം. ഈ ബൈബിൾ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവെന്ന വിഷയം, പരിശുദ്ധാത്മാവ് അയക്കുന്നവനാണെന്നുള്ള സന്ദേശം. പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവാചകന്മാരെ ജനത്തിൻ്റെ അടുക്കിലേക്ക് അയക്കുന്നവനാണ്. തനിക്ക് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി പരമേൽപ്പിക്കപ്പെട്ടവരെ അയക്കുന്നവനാണ്. ആ പരിശുദ്ധാത്മാവ് അയക്കുന്ന ശ്രേഷ്ഠകരമായ പദവിയിലേക്ക് വരാൻ ഞാൻ നിങ്ങളെ ഓരോരുത്തരെ ആഹ്വാനം ചെയ്യുകയാണ്. അതിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയുമാണ്. പ്രിയപ്പെട്ടവരെ, ആ ശ്രേഷ്ഠകരമായ അനുഭവം ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് നയിച്ചു. പത്രോസ് ആ വെൺമാളികയിൽ ഇരിക്കുമ്പോൾ താഴെ 2 പുരുഷന്മാർ വന്നിരിക്കുന്നുണ്ട്. നീ സംശയിക്കാതെ അവരുടെ കൂടെ പോകാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവ് നയിച്ചു. ഫിലിപ്പോസിനോട് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവ് നയിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അന്ന് ശൗല് ജനത്തെ ഉപദ്രവിച്ച് നടക്കുമ്പോൾ അനന്യാസിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പൗലോസിൻ്റെ അരികിലേക്ക് ചെന്ന് അവിടെ ഉണ്ട്, അവൻ്റെ തലമേൽ കൈവച്ച് അവൻ പരിശുദ്ധാത്മാപൂർണ്ണനാകുവാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ. പരിശുദ്ധാത്മാവ് വയ്ക്കുകയാണ്. അന്ന് പൗലോസിലേക്ക് അങ്ങ് മക്കദോനിയിൽ നിന്നൊരു വിളി, മക്കദോനിക്കാരനായ പുരുഷൻ കടന്നു വന്ന് നിങ്ങളെ സഹായിക്കുക എന്ന് പറയുന്ന ശബ്ദം, അത് പരിശുദ്ധാത്മാവിൻ്റെ വിളിയാണ്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ സഭയിലുള്ള ദൈവമക്കൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗലോസിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് വേർതിരിപ്പിരുന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഗൈഡൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് അന്നും ഇന്നും നയിക്കും, നിയന്ത്രിക്കും. മോനെ, നിൻ്റെ ഇഷ്ടപ്രകാരം പോകല്ലേ, നിൻ്റെ പാരമ്പര്യം വെച്ച് പോകല്ലേ, നിൻ്റെ പരിചയം വെച്ച് പോകല്ലേ, നിൻ്റെ ബുദ്ധിയും അറിവും വെച്ച് പോകല്ലേ. പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു, പരിശുദ്ധാത്മാവ് എന്ത് ചിന്തിക്കുന്നു, പരിശുദ്ധാത്മാവ് എങ്ങനെ കാണുന്നു, അതിനുവേണ്ടി നിന്നെ തന്നെ താഴ്ത്തിയാൽ ദൈവാത്മാവ് നിന്നെ നയിക്കും. നിനക്കും പറയാം, എൻ്റെ ദൈവമാണ് എന്നെ അയച്ചത്, പരിശുദ്ധാത്മാവാണ് ഈ നാവിലൂടെ സംസാരിച്ചതെന്ന് വരും കാലങ്ങളിൽ പറയുവാനും അങ്ങനെ ദൈവത്തിന് മഹത്വം കിട്ടാൻ ഇടയാകും. ആ വലിയ ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആ ശ്രേഷ്ഠ പദവിയിലേക്ക് നമുക്ക് അടുത്തു വരാം. അത് ദൈവം നമ്മെ വരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഇന്നത്തെ ഈ ബൈബിൾ ക്ലാസ്സിന് വിരാമം കുറിക്കുന്നു. കർത്താവ് നിങ്ങളെ നിറവടിയായി അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, എല്ലാ വെള്ളിയാഴ്ചയും മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും വെറും 250 മീറ്റർ നടന്നാൽ, കോട്ടയം റൂട്ടിൽ MC റോഡിലൂടെ നടന്നാൽ അവിടെ സ്ഥിതി ചെയ്യുന്ന പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന ചർച്ചിൽ, ആ പ്രാർത്ഥനാ കൂട്ടത്തിൽ വെച്ച് വൈകിട്ട് 6 മണി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും 8 മണി വരെ ബൈബിൾ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് സംബന്ധിക്കാം. പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെയും നിങ്ങൾക്ക് ഈ ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ ബൈബിൾ പഠിക്കുക, ബൈബിളിനോട് അടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.